नूर आ गया नूर आ गया अम्मीना बीवी पुंजिरिचे नूर आ गया मक्का मण्ണിൽ नूर दिचे नूर आ गया लोकमागे പൊൻപ്രഭ പൂണ്ടേ नूर आ गया മണ്ണും വെണ്ണും ശുക്ർ പൊതിഞ്ഞേ नूर आ गया പുകളുകളാകെ പുളകിതമാകെ പൂത്തുലഞ്ഞു ഉലകമിലാകെ नूर आ गया 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 लब्बैक 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 या रसूल अल्लाह रब रऊफ माने अल्लाह रहमान अल्लाह रहीम अल्लाह रज़ाक़ ने अल्लाह राज रब रऊफ माने अल्लाह അല്ലാഹുവിന്റെ നാമം നിന്നിലേറി വന്നാൽ അല്ലാഹനെ വിളിക്കാത്തവരാരുണ്ട് ഇന്നീ ദുനിയാവിലാരുണ്ട് അല്ലാഹ് അയ്യുൽ ഖയ്യൂമേ അല്ലാഹ് ജല്ല ജലാലേ അല്ലാഹ് അയ്യുൽ ഖയ്യൂമേ അല്ലാഹ് ജല്ല ജലാലേ ദൂതരേറ്റം ആദരിച്ച അഭിമാനികം സത്ത് താഴ്തനുള്ളൊരു സോദരക്കും മേണികെ സത്ത് ചെയ്ത പരിപാലന തിരുമേനി ഹംസത്ത് ആദ്യ സൂര്യൻ ഉണർന്ന ചോദിക്കുന്നുണ്ട് ഇനിയും നിങ്ങൾക്ക് ജീവിക്കാറുണ്ടല്ലോ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാലം സഞ്ചരിക്കാറുണ്ടല്ലോ നിങ്ങളെ ആരാണ് സഹായിക്കുക നിങ്ങളെ ആരാണ് സഹായിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആരെ സഹായിക്കുമെന്ന് ചോദിച്ചപ്പോ ഒരൽപ്പമെങ്കിലും സമ്പത്തിനെ തന്റെ കൈവെള്ളയിൽ വെച്ചിട്ടോ ഈ ലോകത്ത് ജീവിക്കത്തില്ലേ എന്ന് ചോദിച്ചപ്പോ ആ സമയത്താണ് സുലൈമാൻ മർറാജി എന്ന് പറയുന്ന ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ലോകത്ത് അല്ലാഹുവിന് വേണ്ടി വിട്ടുകൊടുത്ത ഏറ്റവും വലിയ വഖഫ് സ്വത്തിന്റെ അവകാശവാദം പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ വഖഫ് സ്വത്തിന്റെ ഉടമയായ അദ്ദേഹം പറയാണ് എന്റെ പത്രലേഖക ഞാൻ ആറടി മണ്ണിലേക്ക് പോകേണ്ടവനാണ് ഞാൻ ഇനി ഒരുപാട് കാലം ജീവിക്കേണ്ടവനല്ല ഞാൻ അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുമ്പോ ഏകനായ റബ്ബിന്റെ അടുക്കലേക്ക് ഞാൻ മടങ്ങിപ്പോകുമ്പോ എന്റെ ശരീരത്തിന് ഭാരമുണ്ടാകരുത് എന്റെ ശരീരത്തിന് ഭാരമുണ്ടാകരുത് എന്റെ ശരീരത്തിന് ഭാരമുണ്ടാകരുത് എനിക്കൊരു പറവയെ പോലെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പറന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുക ഞാൻ കൊതിക്കുക എന്ന് ആ സഹോദരൻ മറുപടി പറയുമ്പോ എന്റെ സഹോദരങ്ങളെ ഇന്ന് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ സമ്പത്ത് തന്നിട്ടുണ്ട് എത്രയൊക്കെ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം തന്നിട്ടുണ്ട് എന്നിട്ടും എന്തെങ്കിലും റബ്ബിന് വേണ്ടി കൊടുക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ല എന്തുകൊണ്ടാ പാവപ്പെട്ടവനെ ചേർത്ത് കൊടുക്കാൻ നമ്മുടെ ഹൃദയങ്ങൾക്ക് തോന്നലുണ്ടാകാത്തത് എന്തെല്ലാം ഇങ്ങനെ അടക്കി ഭരിക്കാൻ നമുക്ക് തോന്നുന്നത് എന്താണ് ഇതെന്റെ വേർപ്പ് കൊണ്ട് തുന്നിയുണ്ടാക്കിയ സമ്പത്താണല്ലോ അതുകൊണ്ട് ഏതെങ്കിലും പാവപ്പെട്ടവന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കുമ്പോ ആ സമയത്ത് എന്റെ മനസ്സിന് വല്ലാത്ത നൊമ്പരമാണല്ലോ